Hello everyone. USS 2023 ക്വാളിഫൈ ചെയ്തിട്ടുള്ള അതിൽ വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി XandY Learning നടത്തുന്ന അവാർഡ് ഫംഗ്ഷന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിക്കൊണ്ട് ഇവിടെ വളരെ അടുത്തായിക്കൊണ്ട് നമ്മൾ 2 ഡിസ്ട്രിക്റ്റുകളിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് ഈ വരുന്ന ഓഗസ്റ്റ് 26-ന് നമ്മൾ മലപ്പുറത്ത് വെച്ചിട്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഡിസ്ട്രിക്റ്റുകളിലൊക്കെ USS കിട്ടിയവർക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് 26-ന് മലപ്പുറം വെച്ച് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റംബർ 3-ന് കോഴിക്കോട് വെച്ചിട്ടോ. അപ്പോൾ ഇതിൽ ഓരോ പ്രോഗ്രാമുകളിലും അറൌണ്ട് 1000 സ്റ്റുഡൻസിനാണ് ആ ഒരു പ്രോഗ്രാമിൽ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ 2 സെഷൻസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഈ 26-ന് തന്നെ 2 സെഷൻസ് ഉണ്ടാവും, ഈ 3-നും 2 സെഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് മലപ്പുറമാണ്, ഞാൻ ജസ്റ്റ് MLP എന്ന് എഴുതാം, ഇത് കോഴിക്കോടാണ്. ഓക്കെ, ഈ 2 ഡേറ്റുകൾ നടക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അതിൽ തന്നെ ഇതിലൊരു മോർണിംഗ് ഉണ്ടാവും, ഒരു മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ആഫ്റ്റർനൂൺ സെഷൻ ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും, ഒരു മോർണിംഗ് സെഷനും ഒരു ആഫ്റ്റർനൂൺ സെഷനും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് 2 സെഷൻ ആക്കിയത് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു, 2 സെഷൻസ് ആയിട്ടാണ് നടത്തിയത്. കാരണം 1000 സ്റ്റുഡൻസ് മാത്രമല്ല, നിങ്ങളുടെ പാരൻസിനെയും കൊണ്ടുവരിക, നിർബന്ധമായിട്ട് നിങ്ങളുടെ പാരൻസിനെ കൊണ്ടുവരണം. കാരണം നിങ്ങൾക്കൊരു അവാർഡ് കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ അതിൽ ഏറ്റവും ഹാപ്പി ആവുന്ന ആളുകൾ നിങ്ങളുടെ പാരൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പാരൻസിന്റെ കൂടെ വരിക. അപ്പോൾ നമ്മളൊരു സെഷനിൽ ടോട്ടൽ 1000 സ്റ്റുഡൻസിനാണ് എക്സ്പെക്ട് ചെയ്യുക ഒരു ഡേയിൽ. അതിൽ 500 സ്റ്റുഡൻസ് മോർണിംഗിലും 500 സ്റ്റുഡൻസ് ആഫ്റ്റർനൂണും ആയിരിക്കും. അപ്പോൾ ഈ 500 സ്റ്റുഡൻസ് മാത്രമല്ല, നിങ്ങളുടെ പാരൻസിനെ കൂടി കൂട്ടി വരുന്നത് കൊണ്ടാണ് നമ്മൾ 2 സെഷനായിട്ട് നടത്തിയത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, അതിന് ലിങ്ക് ഇടാം. ഓൾമോസ്റ്റ് ആളുകൾ നമ്മൾ മലപ്പുറത്തോട്ട് അതുപോലെ തന്നെ കോഴിക്കോട് ഓൾമോസ്റ്റ് ആളുകൾ ആയിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റുഡൻസിനും കൂടിയാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. കാരണം നമ്മൾ ഓൾറെഡി ഹാളും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. നിങ്ങൾക്കറിയാം 26-ലെ പ്രോഗ്രാമിന് ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഹാളൊന്നും കിട്ടില്ല. അപ്പോൾ ഹാളും കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആളുകളും കൂടിയാണ് എന്ത് ചെയ്യുക, അങ്ങോട്ട് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക. അപ്പോൾ എനിവേ അതിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാത്തവരെ, USS കിട്ടിയിട്ടും ഇനിയും അവാർഡ് ഫംഗ്ഷന് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് കോൾ വരും. ഓൾറെഡി ഇന്ന് കോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നിലയ്ക്കായിട്ട് പല ആളുകൾക്കും കോൾ കിട്ടിയിട്ടുണ്ടാവും. കോൾ ചെയ്യുമ്പോഴാണ് നിങ്ങളെ മോർണിംഗ് സെക്ഷൻ ആണോ ആഫ്റ്റർനൂൺ സെഷൻ ആണോ വരേണ്ടതെന്ന് അറിയുള്ളൂ. കോഴിക്കോടുള്ള ആളുകൾക്ക് കോൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല, കാരണം അത് നെക്സ്റ്റ് വീക്കിൽ, ഈ വീക്കിൽ അതിനടുത്ത് കഴിഞ്ഞുള്ള വീക്കിലേ വരുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് കോൾ എത്തുള്ളൂ. മലപ്പുറത്തുള്ള ഈ ഒരു പ്രോഗ്രാമിലോട്ടുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്തവർക്കുള്ള കോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യും, കോൾ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ മോർണിംഗിലാണോ വരേണ്ടത് അല്ലെ ആഫ്റ്റർനൂൺ സെഷനിലാണോ വരേണ്ടത്, നിങ്ങൾ ഏത് സെഷനിലാണെന്നുള്ളത് എന്ത് ചെയ്യും, അതിൽ അവർ പറയും. അപ്പോൾ ആ സെഷൻ തന്നെ കൃത്യമായിട്ട് വരിക. മാത്രമല്ല അത് എത്ര മണിക്ക് എത്തണം, എപ്പോഴാണ് രജിസ്ട്രേഷൻ തുടങ്ങുക എന്നുള്ള കാര്യങ്ങളും, പിന്നെ നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സെഷൻസും, അതായത് നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലോട്ട് വേണ്ട, നിങ്ങളുടെ ഡ്രീമിൽ എത്തിപ്പെടാൻ വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് സെഷൻസും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടൈമും കാര്യങ്ങളും, എപ്പോഴാണ് എന്താണ് രജിസ്ട്രേഷൻ, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തരും. മലപ്പുറത്തുള്ള പ്രോഗ്രാം കോട്ടക്കൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കോട്ടക്കൽ ഒരു ലൈവ് ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. കോട്ടക്കൽ കോഴിച്ചനെയാണ് കറക്റ്റ് ലൊക്കേഷൻ. ലൈവ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് മലപ്പുറത്തിന്റെ പ്രോഗ്രാം നടക്കുന്നത്. കോഴിക്കോടിന്റെ പ്രോഗ്രാം പ്ലാനറ്റോറിയത്തിൽ വെച്ചിട്ട്, ഇപ്പോൾ കോഴിക്കോട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്ലാനറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കോഴിക്കോടിന്റെ പ്രോഗ്രാം നടക്കുക. ബാക്കി ഡിസ്ട്രിക്റ്റുകൾ നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത്, ഈ 2 സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബാക്കി ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾ, ഇതിലില്ലാത്ത ആളുകൾ ആരെങ്കിലും ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരുപാട് ആളുകൾ ഉണ്ട് എങ്കിൽ, ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് എടുക്കാൻ കാരണം ഇവിടെ ഓൾറെഡി 1000 ആളുകൾ ഓൾമോസ്റ്റ് ആയി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ 2 സ്ഥലങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, നിങ്ങളുടെ USS കിട്ടിയവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരൊക്കെ ഫില്ല് ചെയ്ത്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്നും അത്യാവശ്യം ഒരു ഓഡിയൻസ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവിടെയും നടത്തും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തരണം, നിങ്ങളുടെ എല്ലാവരുടെയും ജില്ലകളിൽ വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ വളരെ കുറഞ്ഞ കൗണ്ട് മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വളരെ കുറഞ്ഞ പേരെ ഉള്ളെങ്കിൽ അവിടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് നമുക്കറിയാലോ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ഫുൾ XandY Learning ടീം അങ്ങോട്ട് വരണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരോടും ഫില്ല് ചെയ്യാൻ പറയുക. ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ആളുകൾ ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, നമ്മൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റുകൾ നടത്തും. അതിലെ ഡേറ്റുകളും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അറിയിക്കുന്നതാണ്. അപ്പോൾ മലപ്പുറം കോഴിക്കോടുകാർ ഇമ്മീഡിയറ്റ്ലി ഈ വീഡിയോ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഹാളും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇനി കുറച്ച് സ്റ്റുഡൻസിനും മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ള ആളുകൾ വന്നിട്ട് കാര്യമില്ല, ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഓൾറെഡി 1000 എന്നുള്ളതാണ് നമ്മൾ ലിമിറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ബാക്കി ഡിസ്ട്രിക്റ്റുകാരും രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുവരിക. അവരും കൂടി ഉണ്ടെങ്കിൽ USS കിട്ടിയവർ കേട്ടോ, USS കിട്ടാത്തവരെ കൊണ്ടുവരേണ്ട, USS കിട്ടിയവരെ കൊണ്ടുവരിക. അവരും കൂടി വന്നിട്ട് അത്യാവശ്യം ഒരു നമ്പർ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ എന്ത് ചെയ്യും, നമ്മൾ പ്രോഗ്രാം വെക്കും, തീർച്ചയായിട്ടും വെക്കും. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക. നിങ്ങളുടെ ബാക്കി സ്കൂളിലുള്ള ടീച്ചേഴ്സിനും കൂടി ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ അവരെന്ത് ചെയ്തോളും, ഇത് എത്തിച്ചു കൊടുത്തോളും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു ഇവന്റിൽ. കാരണം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇതുപോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനിൽ മാത്രം കണ്ട ആളുകളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാക്കൽറ്റി ടീം മുഴുവനായിട്ട് അവിടെ ഉണ്ടാവും. XandY ലേണിംഗിൻ്റെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരു ഹ്യൂജ് ടീമുണ്ട് നമുക്ക്. ആ ടീം കംപ്ലീറ്റ്ലി അന്ന് അവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാൻ വേണ്ടിയിട്ടും ഒന്ന് നമുക്ക് എല്ലാവരും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ ഓഗസ്റ്റ് 26 ഇമ്മീഡിയറ്റ്ലി വരുന്ന മലപ്പുറത്തെ ഫംഗ്ഷനും പിന്നീട് സെപ്റ്റംബർ 3 കോഴിക്കോട് നടക്കുന്ന ഫംഗ്ഷനും നിങ്ങൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും അന്നത്തെ ആ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത ആളുകൾ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്